മതവും രാഷ്ട്രീയവും തലയ്ക്ക് പിടിച്ച് അത്രമേൽ നികൃഷ്ടമായി പോയ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്. മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയം എന്തുകൊണ്ട് ഇത്രമേൽ മലിനപ്പെട്ടു, എന്തുകൊണ്ട് ഇത്രയും മ്ലേച്ഛമായും ചിന്തിക്കുന്ന പുതിയ കാല രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാത്ത ആകുലപ്പെട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളോടും ചെറുപ്പക്കാരോടുമാണ്. എമ്പുരാൻ സിനിമയെ പറ്റിയാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആസാദിത മനുഷ്യനോട് ഒരു ഹൈന്ദവ സ്ത്രീ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുക്കണം ആസാദെ, ഇത് മതത്തിന് വേണ്ടിയുള്ള കടുംപിടുത്തമല്ല, രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തിയ ബിസിനസ് ആണ്. ഈ സിനിമ സംഘപരിവാറിന്റെ ഫാസിസത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, അക്രമത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഇസ്ലാമിക ഫണ്ടമെന്റൽസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ നാളുകളിൽ കേരളത്തിൽ EMS സംസാരിക്കുന്നു, AKG സംസാരിക്കുന്നു എന്നൊരു പോസ്റ്റർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരുടെ ഒരു പടം പോലും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്നും വ്യക്തി ആരാധനയിലേക്ക് മാറിയ ഇടതുപക്ഷത്തെ പറ്റി, കാരണഭൂത പാട്ടുകളെ പറ്റി ഇതിൽ സംസാരിക്കുന്നു. PMLA എന്ന കിരാത നിയമം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സംഘപരിവാർ ഹാൻഡിലുകൾ മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു തർക്കമുണ്ട്. ഗോദ്ര കലാപം കാണിച്ചിരിക്കുന്നു. ട്രെയിൻ കത്തിയത് എന്തുകൊണ്ടാണ് പറയുന്നില്ല, കത്തിയതിനു ശേഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ശരിയാണ്, ആ ചോദ്യം തിരിച്ചുമുണ്ട്. മുഴുവൻ ഡിബേറ്റുകളെയും അടിച്ചമർത്തിയവരാണ് നിങ്ങൾ. സത്യം അറിയാനുള്ള, സത്യം തേടാനുള്ള സാധ്യതകളെ മുഴുവൻ ഇല്ലായ്മപ്പെടുത്തിയവരാണ് നിങ്ങൾ. ഗുജറാത്തിന്റെ മുൻ DGP RB ശ്രീകുമാർ, സഞ്ജീവ് ഭട്ട് IPS എന്ന് പറയുന്ന മനുഷ്യൻ, രാഹുൽ ശർമ്മ എന്ന IPS കാരൻ, ഇവർ മൂന്നുപേരും പറഞ്ഞു ഭരണ അനുമതിയോട് കൂടിയാണ് ഗുജറാത്തിൽ കലാപം ഉണ്ടായത്. ഈ മൂന്ന് മനുഷ്യരെയും കള്ളക്കേസിൽ കുടുക്കി അകത്താക്കി. കരൺ പാണ്ഡ്യ എന്ന BJPയുടെ MPയും BJPക്കാരനും പറഞ്ഞു ഭരണ അനുമതിയോട് കൂടിയാണ് ഈ കലാപം നടന്നത്. ആ മനുഷ്യനെ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. എന്തിനേറെ BBC എന്ന് പറയുന്ന ചാനൽ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ, ഈ വിഷയം ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ വന്നപ്പോൾ അതിനെ നിരോധിച്ചു കളഞ്ഞവരാണ്. പിന്നെ എങ്ങനെയാണ് സംഘപരിവാറുകാര സത്യം അറിയേണ്ടത്, എങ്ങനെയാണ് ഇത് ചർച്ച ചെയ്യേണ്ടത് പറയണം. പിന്നെ ഇന്ന് പറയുന്ന മറ്റൊരു വർത്തമാനമുണ്ട്. 17 വെട്ടി പൃഥ്വിരാജിനെയും മോഹൻലാലിനെയും തീർത്ത് കളഞ്ഞു. അവരോട്, അങ്ങനെ പറയുന്നവരോട്, ഈ ഫാസിസ്റ്റ് മനോഭാവം ഉള്ളവരോട് ഒറ്റ വാചകം മാത്രമേ പറയാനുള്ളൂ. ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം, വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിക്കുന്ന രാഷ്ട്രീയം. പക്ഷെ എത്ര നിശബ്ദരാക്കിയാലും, ഏത് തുറങ്കിലടച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. ഉത്തരം തന്നേ പറ്റൂ. കാരണം ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല, ഇത് നമ്മുടെ രാജ്യമാണ്.